ഹലോ. ഹലോ അനന്തട്ടാ. ആ പിന്നെ ഞാൻ നിങ്ങളെ നാട്ടിലുള്ളത്. ആ പിന്നെ ഞാൻ ഭാര്യ വീട്ടിൽ പോയിട്ട് വരുന്ന വഴിക്ക് നിങ്ങളെ വീട് കാണുന്ന വെച്ചിട്ട് അങ്ങോട്ട് വരുന്നേനു. ആ ആ ആ ആ പക്ഷെ നിങ്ങളെ നാട്ടിലെ ടീമെല്ലാം എന്റെ ചാവിയെല്ലാം വണ്ടിയിൽ ഊരി വെച്ചിട്ട് എന്റെ മോനും ഉണ്ട് എന്റെ കൂടെ. അതങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ. എന്ത് നാട്ടുകാരാന്ന് ഒരു വല്ലാതൊരു പെരുമാറ്റമല്ല നാട്ടുകാർ. എവിടുന്ന് ക്ലബിൽ എടുക്കുന്നോ? ഞാൻ അങ്ങോട്ട് ആ നിങ്ങളെ കാണണം നിനക്കുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. ആ വേമ വേമ. മോനും ഉണ്ട്. ഓക്കെ 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 വേമ. ന്യൂ ഇയർ ആയിട്ടുണ്ട്, നല്ല കളറായിട്ടുണ്ട്. നിന്നെയാ മോനെ ഞാൻ കാത്തുന്നത്. നിങ്ങളെ നാട്ടുകാർ എന്ത് നാട്ടുകാരാന്ന് അന്നെ പിടിച്ചു വെച്ച് ചാവിയെല്ലാം ഊരിക്കൊണ്ടേ കാലി. ഇങ്ങനത്തെ ഒരു നാട്ടുകാർ ഞാൻ കണ്ടിട്ടില്ലേ. നീ ഇങ്ങനെ കണ്ണും മൂക്കും ഇല്ലാണ്ട് വണ്ടി എടുത്ത് ചെക്കനെയും കൂട്ടി വരുമ്പോ നാട്ടുകാർ നിന്നെ സൽക്കരിക്കണ. ചാവി അവർ ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് വേണ്ടിയിട്ടല്ല, ഈ മോനെ കണ്ടോണ്ടാ. പറഞ്ഞ മനസ്സിലാണ്ടോ നിനക്ക്? മോനെ നീ ഇറങ്ങ, നീ ആടെ നിന്നാ മതി. എന്നാ കലണ്ടർ കൊല്ലാമല്ലോ. നിന്റെ വീട്ടില് കലണ്ടർ മാറ്റി മാറ്റി തൂക്കിട്ട് എന്നാ ജിനീഷക്കാര്. ഒരു നിമിഷമെങ്കിലും നിന്റെ മോനെ പറ്റി നീ ചിന്തിച്ചിട്ടുണ്ടാണോ ഗിരീഷ? എവിടെ ചിന്തിക്കാനല്ലേ? എടാ, ഒരു കുഞ്ഞു മോന്റെ ഹീറോ എപ്പോഴും അവന്റെ അച്ഛനായിരിക്കും. മോനെ വാ. ജനീഷേ, പുതുവർഷം തുടങ്ങുന്ന ഇന്ന് ഇനിയെങ്കിലും നിനക്ക് മോന്റെ ഹീറോ ആവാൻ പറ്റുവാടാ.